അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നാം എടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാമി ഫിഖ്ഹ് എന്ന കിതാബാണ്. നമുക്ക് പാഠത്തിലേക്ക് പോയി നോക്കിയാലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി അൻഅമ അലൈന വഹദാന ലിൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദി അർഷദന ഇലാ സുബ്ലിസ്സലാം വഅലാ ആലിഹി വസഹ്ബിഹി വത്താബിഈന ലഹും ബിഹ്സാനിൻ ഇലാ ആഖിറിൽ അയ്യാമി അമ്മാ ബഅദു. അൽ വഹ്ദത്തുൽ ലൂല, ഒന്നാമത്തെ പാഠം നോക്കാം. ഫസ്അലു അഹ്ല ദിക്രി. എന്താണ് ഫസ്അലു അഹ്ല ദിക്രി? അലാ ലാ യുസല്ലിയന്ന അഹദുൽ അസ്ര ഇല്ലാ ഫി ബനി ഖുറൈള. ബനു ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ ആരും അസർ നിസ്കരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി. സ്വഹാബികൾ യാത്ര തുടങ്ങി. അസർ നിസ്കാരത്തിൻ്റെ സമയമായി. ബനു ഖുറൈളയിലെത്താതെ ഞങ്ങൾ നിസ്കരിക്കില്ല. ചിലർ പറഞ്ഞു. ചിലർ നിസ്കരിച്ചു. ഖളാ ആക്കി നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചിട്ടില്ല. വേഗത്തിൽ ബനു ഖുറൈളയിലെത്തിച്ചേരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം പറഞ്ഞത്. ഇതായിരുന്നു നിസ്കരിച്ചവരുടെ ന്യായം. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞു. ഇരു വിഭാഗത്തിൻ്റെ തീരുമാനത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചു. കാരണം എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ നിന്ന് ഇരു വിഭാഗം സ്വഹാബികളും മനസ്സിലാക്കിയത് ആണ് അവർ പ്രവർത്തിച്ചത്. മനസ്സിലാക്കിയതാണ് അവർ ചെയ്തത്. മതപരമായ കാര്യങ്ങളിൽ സ്വഹാബികൾ ഇപ്രകാരം ഗവേഷണം നടത്തുന്നവരായിരുന്നു. ഈ രീതിയിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിന് ഇജ്തിഹാദ് എന്ന് പറയുന്നു. പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചതും പാരായണം ചെയ്യാൻ കൽപ്പനയുള്ളതുമായ അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത്. ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജ്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാ. ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ് ഖിയാസ്. ഈ 4 പ്രമാണങ്ങളിലും അറബി ഭാഷാ വിജ്ഞാനങ്ങളിലും അവഗാഹമുള്ളവർക്ക് മാത്രമേ ഇജ്തിഹാദ് ചെയ്യാൻ അനുവാദമുള്ളൂ. അല്ലാത്തവർ മുജ്തഹിദുകളെ അനുകരിക്കണം. അല്ലാഹു തആല പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഒരു പ്രശ്നം വന്നാൽ നീ എങ്ങനെ വിധിക്കും? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു തആലയുടെ കിതാബ് അനുസരിച്ച് വിധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അതിൽ വിധി കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിരുചര്യയനുസരിച്ച് വിധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അവ രണ്ടിലും വിധി കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇജ്തിഹാദ് നടത്തി വിധി പറയും. ഞാൻ വീഴ്ച വരുത്തുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിൽ തട്ടി പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി വഫഖ റസൂലില്ലാഹി ലിമാ യർളാ റസൂലുള്ളാഹ്.
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതൻ റസൂലുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകിയ അള്ളാഹുവിന് സ്തുതി. മുജ്തഹിദുകൾ താഴെ പറയുന്ന യോഗ്യതകളുള്ളവരായിരിക്കണം. 1. ഖുർആനിലും തഫ്സീർ നിദാനശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ്. 2. ഹദീസിലും ഹദീസ് നിദാനശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ്. 3. ഖിയാസിലും അതിൻ്റെ ഇനങ്ങളിലും ആഴത്തിലുള്ള അറിവ്. 4. ഭാഷയിലും ഭാഷാവിജ്ഞാനങ്ങളിലും നൈപുണ്യം. 5. എന്താണ്? സ്വഹാബികളുടെയും പിൽക്കാല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളിലുള്ള അറിവ്. 6. ഹദീസ് നിവേദകരുടെ ശക്തി, ബലഹീനത എന്നിവയെക്കുറിച്ചുള്ള അറിവ്. സ്വഹാബത്തിലും താബിഉകളിലും തബഉ താബിഉകളിലും ഈ യോഗ്യതകളെല്ലാം മേളിച്ച ധാരാളം പണ്ഡിതരുണ്ടായിരുന്നു. 4 ഖലീഫമാർ: അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ സ്വഹാബികളിലെ പ്രമുഖ മുജ്തഹിദുകളായിരുന്നു. പുതിയ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാവുമ്പോൾ അവർ ഇജ്തിഹാദ് നടത്തി ഫത്വകൾ നൽകി. മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബുകൾ. അടുത്തത് നമുക്ക് തദ്രീബാത്ത് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? എന്താണ് ഇജ്തിഹാദ്? എന്താണ് ഇജ്തിഹാദ് എന്ന് നമുക്ക് നോക്കാം. ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിന് ഇജ്തിഹാദ് എന്ന് പറയുന്നു. ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെ. അടുത്ത ചോദ്യം നോക്കാം. എന്താണ് തിരുസുന്നത്ത്? എന്താണ് തിരുസുന്നത്ത് എന്ന് നോക്കിയാലോ. ഇവിടുന്ന് തൊട്ടാണ്. എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത്. ഇതുവരെ. അടുത്തത് ഇജ്മാ. ഇജ്മാ എന്നാൽ എന്ത്? എന്നാൽ എന്ത് എന്ന് നോക്കിയാലോ. ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജ്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാ. എന്താണ്? ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജ്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാ. അടുത്തത് ഖിയാസ് എന്നാൽ എന്ത്? നമുക്ക് നോക്കിയാലോ ഖിയാസ് എന്നാൽ എന്ത് എന്നുള്ളത്. എന്താണ് പറയുന്നത്? ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ് ഖിയാസ്. എന്താണ്? ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ് ഖിയാസ്. അടുത്തത് നമുക്ക് നോക്കിയാലോ. ആരാണ് മുജ്തഹിദ്? മുജ്തഹിദ് എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മതവിധികൾ കണ്ടെത്തുന്നവർക്കാണ് എന്തെന്ന് പറയുന്നത്? മുജ്തഹിദ് എന്ന് പറയുന്നത്. എന്താണ്? ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മതവിധികൾ കണ്ടെത്തുന്നവർക്ക് മുജ്തഹിദ് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം. സ്വഹാബികളിലെ പ്രമുഖ മുജ്തഹിദുകളിൽ 4 ആളുകളുടെ പേരെഴുതുക. ആരൊക്കെയാണ് സ്വഹാബികളിലെ മുജ്തഹിദുകളിൽ 4 ആളുകൾ, പ്രമുഖരായ ആളുകൾ എന്ന് പാഠഭാഗത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 4 ആളുകളെ പേരാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 4 ആളുകളെ പരിചയപ്പെടാം. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. 4 ആളുകളെ പേരല്ല പാഠത്തിലുള്ളത്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയ സ്വഹാബിമാരുടെ പേര് എഴുതിയിട്ടുണ്ട്. അടുത്ത ചോദ്യം എന്താണ് മദ്ഹബ് എന്നുള്ളതാണ്. എന്താണ് മദ്ഹബ് എന്ന് നമുക്ക് നോക്കാം. മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബുകൾ. എന്താണ്? മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബുകൾ.
അടുത്തത് നക്തുബുൽ ഫിഖ്റ, പാരഗ്രാഫ് പൂർത്തീകരിക്കാനാണ്. 1. മുജ്തഹിദിൻ്റെ യോഗ്യതകൾ. അത് നമുക്ക് നോക്കാം. 1. ഖുർആനിലും തഫ്സീർ നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ്. 2. ഹദീസിലും ഹദീസ് നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ്. 3. എന്താണ്? ഖിയാസിലും അതിൻ്റെ ഇനങ്ങളിലും ആഴത്തിലുള്ള അറിവ്. 4. ഭാഷയിലും ഭാഷാ വിജ്ഞാനങ്ങളിലും നൈപുണ്യം. 5. എന്താണ്? സ്വഹാബികളുടെയും പിൽക്കാല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളിലുള്ള അറിവ്. 6. ഹദീസ് നിവേദകരുടെ ശക്തി, ബലഹീനത എന്നിവയെക്കുറിച്ചുള്ള അറിവ്. 2. മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ യമൻ യാത്ര. അത് പാരഗ്രാഫ് നമുക്ക് നോക്കാം. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഒരു പ്രശ്നം വന്നാൽ നീ എങ്ങനെ വിധിക്കും? മുആദ് റളിയല്ലാഹു അൻഹു, അല്ലാഹു തആലയുടെ കിതാബ് അനുസരിച്ച് വിധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതിൽ വിധി കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും? മുആദ് റളിയല്ലാഹു അൻഹു, തിരുചര്യ അനുസരിച്ച് വിധിക്കും നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അവ രണ്ടിലും വിധി കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും? മുആദ് റളിയല്ലാഹു അൻഹു, ഞാൻ ഇജ്തിഹാദ് നടത്തി വിധി പറയും, ഞാൻ വീഴ്ച വരുത്തുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിൽ തട്ടി പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി വഫഖ റസൂലില്ലാഹി ലിമാ യർളാ റസൂലുള്ളാഹ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതൻ റസൂലുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് തൗഫീക്ക് നൽകിയ അള്ളാഹുവിന് സ്തുതി. അടുത്തത് നുബയ്യിനു സിയാഖ്, സന്ദർഭം വിവരിക്കാനാണ്. അലാ ലാ യുസല്ലിയന്ന അഹദുൽ അസ്ര ഇല്ലാ ഫി ബനി ഖുറൈള. ആ വിഷയം, ആ സന്ദർഭം വിവരിക്കാനാണ്. അതെന്താണെന്ന് നോക്കാം. ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ബനു ഖുറൈളയിലേക്ക് യാത്ര പോയ സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അടുത്തത് അൽഹംദുലില്ലാഹില്ലദി വഫഖ റസൂലില്ലാഹി ലിമാ യർളാ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിൽ തട്ടി പറഞ്ഞതാണ്. എന്താണ് ഇതിൻ്റെ ഉത്തരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിൽ തട്ടി പറഞ്ഞതാണ്. അടുത്തത് നഷ്റഹുൽ മാന എഴുതാനാണ്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ എന്നതിൻ്റെ അർത്ഥം എഴുതാനാണ്. നമുക്ക് നോക്കാം പാഠഭാഗത്തിൽ. ഇവിടെ നിന്ന് തൊട്ടാണ്. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ എന്നാണ്. ആ ആയത്തും അതിൻ്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് തഹ്സീസ് എഴുതാനാണ്. ഇജ്തിഹാദ് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കാൻ. അത് ഞാൻ കാണിച്ചു തരാം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഇജ്തിഹാദ് എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ചുരുക്കിയ വാക്കുകളിൽ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഇജ്തിഹാദ്? പുതിയ കാലത്ത് പ്രശ്നങ്ങൾക്ക് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ ഇസ്ലാമിക വിധി കണ്ടെത്താൻ പണ്ഡിതന്മാർ നടത്തുന്ന ആഴത്തിലുള്ള ഗവേഷണത്തിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇജ്തിഹാദ്? കാലം മാറുമ്പോൾ പുതിയ സാങ്കേതിക വിദ്യകളും ജീവിത സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന് ഓൺലൈൻ വ്യാപാരം, ആധുനിക ചികിത്സാ രീതികൾ തുടങ്ങിയ കാര്യങ്ങൾ ഇസ്ലാമിക നിലപാട് വ്യക്തമാക്കാൻ ഇജ്തിഹാദ് സഹായിക്കുന്നു. ഇസ്ലാം എക്കാലത്തും പ്രായോഗികമാകണമെന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഇജ്തിഹാദ്. അറിവുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ മതം ശരിയായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതചരിത്രം വായിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. അത് ക്ലാസ്സിൽ ചെയ്യേണ്ട പരിപാടിയാണ്. അല്ലാഹു തആല കുട്ടികൾക്ക് പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്ത പാഠവുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.